പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദ വിക്രത്തിനെ ആ മുറിയിൽ തന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ഓരോരുത്തർ വന്ന് കതവിൽ തട്ടുമ്പോഴും വേദ വിക്രത്തെ ഒളിപ്പിച്ചിട്ട് ചെയ്ത ഡോറ് തുറന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ദീപ്തി ഇതിൻ്റെ ഇടയ്ക്ക് ആ മുറിയിൽ നിന്ന് എന്തോ സംസാരം കേട്ട് ദീപ്തി തട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ ആരോടാണ് സംസാരിച്ചത്? ഏയ് ഞാൻ ആരോട് സംസാരിച്ചില്ല, ഞാൻ ഫോണിൽ സംസാരിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല ചേച്ചി, ആരോട് സംസാരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പം അങ്ങനെ ദീപ്തി അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ദീപ്തിയുടെ മനസ്സിൽ ആ സംശയം തന്നെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു ദിവസം ദീപ്തി വേദയുടെ മുറിയിലേക്ക് വന്നപ്പോൾ ഡോറിൻ്റെ പുറത്ത് നിന്ന് അകത്ത് വേദ വിക്രത്തോട് സംസാരിക്കുന്നത് ദീപ്തി കേൾക്കുന്നുണ്ട്. വേദ വിക്രത്തോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ട്, മുറിവ് ഉണങ്ങിയോ, ഇപ്പം പതുക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് വിക്രത്തോട് ചോദിക്കണം. അപ്പോൾ വിക്രം പറയാണ്, ഇപ്പം ഇച്ചിരി വേദന കുറവൊക്കെ ഉണ്ട്, പതുക്കെ പതുക്കെ നടക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാണ്. എത്ര കാലം ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ കഴിയും എന്ന് വേദയെടുത്ത് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, കുറച്ച് ദിവസം കൊണ്ട് ഇരുന്നിട്ട് അതിനുശേഷം വിക്രത്തിന് പുറത്തിറങ്ങാമെന്ന് പറയുകയാണ്. എന്ന് ഇവിടെ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ പിടിച്ചിരുത്തത്തില്ല എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുകയാണ്, ഇവിടെ ഞാനുള്ളത് നിനക്കും കൂടെ പ്രശ്നമാണെന്ന് ഞാൻ പലവട്ടവും പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഞാനിവിടെ ഉള്ളത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് വിക്രം വേദയെടുത്ത് സംസാരിക്കുന്നത് ദീപ്തി പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ദീപ്തിയാണെങ്കിൽ ഡോറിൽ തട്ടുന്നുണ്ട്. ഡോറിൽ തട്ടുമ്പോഴത്തേക്ക് വേദയാണെങ്കിൽ പറയാണ്, ആരോ ഡോറിൽ തട്ടുന്നുണ്ട്, വിക്രം ബാത്റൂമിലോട്ട് കയറിക്കോളം പറയുകയാണ്. അങ്ങനെ ബാത്റൂമിലേക്ക് വിക്രം കയറി വിളിക്കുകയാണ്. അങ്ങനെ ചെന്ന് ഡോറ് തുറക്കുന്ന ദീപ്തിയാണ്. എന്താണെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി അകത്തേക്ക് കയറി വന്ന് കട്ടിലെല്ലാം ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചേച്ചി ആ ഡോറങ്ങ് അടച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ വേദ എന്ന് ഡോർ അടയ്ക്കണം. അപ്പം ദീപ്തി വേദ എടുത്ത് ചോദിക്കണം, ചേച്ചി എന്നോട് സത്യം പറയണം, ഈ റൂമിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ വേദ ചോദിക്കണം, നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്കിപ്പം പുറത്ത് നിന്നപ്പം ഞാൻ കേട്ടതാണ് ചേച്ചി വിക്രം ചേട്ടനോട് സംസാരിക്കുന്നത്. അപ്പം പറയാണ്, നിനക്കത് തോന്നിയതാ? ചേച്ചി എന്നോട് കള്ളമൊന്നും പറയല്ലേ, വിക്രം ചേട്ടൻ ഈ മുറിയിലുള്ളതുപോലാണ് എനിക്ക് തോന്നിയത്, ചേച്ചി ഫോണിലല്ല സംസാരിച്ചത്, കാരണം വിക്രം ചേട്ടൻ്റെ സൗണ്ട് ഞാൻ കേട്ടെന്ന് പറയാണ്. ഈ മുറിയിലെങ്ങാണ് വിക്രം ചേട്ടനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് വേദ ചോദിക്കുകയാണ്. ഇതിനു മുമ്പ് പലവട്ടവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മുറിയിൽ വേറെ ആരോ ഉണ്ട്, അതുപോലെ ചേച്ചി വേറെ ആരോടോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നവരൊക്കെ ഞാൻ ചേച്ചിയെടുത്ത് വെച്ചപ്പോൾ ചേച്ചി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതേപോലെ ചേച്ചിയുടെ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസമുണ്ട്, ചേച്ചി എപ്പോഴും ഈ മുറിയിൽ വന്നിരുന്ന് ആഹാരം കഴിക്കുന്നു, ഈ മുറിയിലാണ് എല്ലാം ചെയ്യുന്നത്, ഈ മുറിക്ക് പുറത്തേക്ക് വലുതായിട്ട് ഇറങ്ങുന്നില്ല, ഓഫീസിൽ പോകുന്നത് കുറവ്, ആകെപ്പാടെ എനിക്കൊരു സംശയം, ഈ മുറിയിൽ വേറെ ആരോ ഉള്ളതുപോലെ എനിക്കൊരു തോന്നൽ, സത്യം പറ, എന്നോടെങ്കിലും സത്യം പറ എന്ന് പറയാണ്. അപ്പോൾ വേദ കുറേ നേരം മിണ്ടായിരുന്നിട്ട് പറയാണ്, നിൻ്റെ സംശയം അങ്ങ് ശരിയാണ്, ഈ മുറിയിൽ വേറൊരാളും കൂടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ദീപ്തി ചോദിക്കുകയാണ്, വേറെ ആരോ, അതാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദ വിക്രം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിക്രം ഡോറ് തുറന്ന് മുടന്തി പുറത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് ദീപ്തി ചാടിയങ്ങ് എണീച്ചാണ്. വിക്രം ചേട്ടനോ ഈ മുറിയിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, അതെ, കുറച്ച് ദിവസം കൊണ്ട് വിക്രം ഈ വീട്ടിൽ തന്നെ ഉണ്ട്, ആർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവാത്തത് എന്ന് ചോദിക്കണം. അപ്പം ദീപ്തിയാണെങ്കിൽ ചോദിക്കുകയാണ്, വേദേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അതുമാത്രമല്ല, വിക്രം ചേട്ടൻ ഇപ്പോൾ ഒരു കൊലയാളിയും കൂടെയാണ്, എനിക്ക് ഒരിക്കലും ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല, എൻ്റെ വരുണിനെ കൊന്ന ഇയാളെ എനിക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറയാണ്. എന്നിട്ടാണോ ചേച്ചി ഈ വീട്ടിൽ തന്നെ ഇയാളെ ഒളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇപ്പം ദീപ്തി പറയാണ്, എനിക്കൊന്നും കേൾക്കണ്ട ചേച്ചി, എന്തായാലും ഇയാളെ ന്യായീകരിച്ചേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം വിക്രം പറയാണ്, ദീപ്തി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കലും വരുണിനോട് അങ്ങനെ ചെയ്യുമെന്ന് ദീപ്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ദീപ്തി പറയാണ്, അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് എൻ്റെ വിചാരം, പക്ഷേ എൻ്റെ ആ വിചാരം എല്ലാം മാറ്റി മറിച്ചോണ്ടല്ലേ നിങ്ങൾ എൻ്റെ വരുണിനെ കൊന്നതെന്ന് ചോദിക്കുകയാണ് ദീപ്തി. അപ്പം വിക്രം പറയാണ്, ഒരിക്കലും ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അന്ന് രാവിലെ വരുൺ എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പണ്ട് വരുണിൻ്റെ അമ്മ മരിച്ചു പോയ കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് വരുണിനെ കൊല്ലാൻ പറ്റുന്നതെന്ന് വിക്രം ചോദിക്കുകയാണ്. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ വേദ പറയാണ്, ഞാനൊരു കാര്യം മോളോട് പറയട്ടെ, വിക്രത്തിനെ വാസവൻ്റെ ആൾക്കാർ തിരക്കി നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ചെന്നപ്പോൾ ആണെങ്കിൽ നമ്മുടെ ശ്രീയേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നതും ശ്രീയേട്ടൻ സംസാരിക്കുന്നതും കേട്ട്, അപ്പം വരുണിനെ കൊല്ലുന്നത് പുളിക്കൻ എന്നൊരാളാണ് കണ്ടത്, അയാളാണ് ശ്രീയേട്ടനെ വിളിച്ചത്, എന്നിട്ട് പറഞ്ഞത് വിക്രമുള്ള സ്ഥലം പറഞ്ഞു കൊടുത്ത്. ശ്രീയേട്ടൻ ഉടനെ ആണെങ്കിൽ വാസവനെ വിളിച്ചു പറഞ്ഞു. വാസവനാണെങ്കിൽ വിക്രത്തിൻ്റെ പുറകെ പോയി വിക്രത്തിനെ വെടിവെച്ച് കാലയിലാണ് വെടിവെച്ചത്. അന്നാണെങ്കിൽ
ഇതൊക്കെ കേട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് വിക്രം വെടികൊണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടത്. അവിടുന്ന് വിക്രത്തെ രക്ഷിച്ച് ഞാൻ നേരെ ഇഷിതയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ കുറച്ച് ദിവസം 2-3 ദിവസം നിന്ന് അതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാണ്. അപ്പോൾ ദീപ്തി പറയാണ്, എന്നോട് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? ഈ കൊലയാളിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചേച്ചി ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മോളടുത്ത് പറഞ്ഞു. പിന്നെ നമ്മുടെ ചേട്ടനുണ്ടല്ലോ ശ്രീകാന്ത്, അയാൾ ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയാണ്. അപ്പം എന്നിട്ട് വേദ പറയാണ്, അത് ഉടനെ തെളിയുക തന്നെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ദീപ്തി ചോദിക്കുകയാണ്, ചേച്ചി പറയുന്നത് പോലെ ഇയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒളിച്ച് താമസിക്കുന്നത്? നേരെ പോലീസിന് മുന്നിൽ കീഴടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ എന്ന് ചോദിക്കണം. അപ്പം വേദ പറയാണ്, ഇപ്പം വിക്രമാണെങ്കിൽ അവരുടെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതി രക്ഷപ്പെടും. ഒരിക്കലും അങ്ങനെ സംഭവിച്ചൂടാ. യഥാർത്ഥ പ്രതി കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ വിക്രത്തിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ദീപ്തി, നിങ്ങളുടെ പ്രണയം സത്യമായതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും വരുണിനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് രാവിലെ ഞാനും വരുണും തമ്മിൽ സംസാരിച്ച് നല്ല രീതിയിൽ പിരിഞ്ഞതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റാരോ കളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, വിക്രം പറഞ്ഞ ശരിയാണ് ദീപ്തി. മാത്രമല്ല വരുണിനെ കൊല്ലുക, അത് വിക്രത്തിൻ്റെ തലയിലാക്കുക, അതോടെ വിക്രത്തിനെ വരുണിനെ ഇല്ലാതാക്കുക. ഇങ്ങനെ രണ്ടുപേരെ ഒരേപോലെ ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്നത് ശ്രീകാന്ത്, നമ്മുടെ ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് വേദ പറയാണ്. ഇനി അങ്ങനെ എങ്ങാനും ആണോ കാര്യപ്പോക്കാണെന്ന് അറിയത്തില്ല എന്ന് വേദ പറയണം. അപ്പോൾ ദീപ്തി ചോദിക്കുകയാണ്, ശ്രീയേട്ടൻ അങ്ങനെ വിചാരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ശ്രീയേട്ടനെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് അയാളെക്കുറിച്ച് നന്നായിട്ടറിയാം. നമ്മൾ ഈ കാണുന്ന ആളല്ല ശ്രീയേട്ടൻ. അയാളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ അയാൾ എന്ത് പരിപാടിയും ചെയ്യുമെന്ന് വേദ പറയാണ്. അപ്പം എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് വേദ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ദീപ്തി അടുത്ത് പറയാണ്, നീ ഇവിടെ വിക്രമുള്ള കാര്യം ആരോടും പറയല്. അപ്പം വിക്രം പറയുകയാണ്, എനിക്ക് ഏത് കേസിൽ എന്നെ കോടതി ശിക്ഷിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ വരുണിനെ കൊന്ന കേസിൽ എനിക്ക് രക്ഷപ്പെടണം. കാരണം മറ്റൊന്നുമല്ല, യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണം. അതെൻ്റെ ഒരു വാശിയാണെന്ന് വിക്രം പറയുകയാണ്. അപ്പം വേദയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദീപ്തി മനസ്സിലാക്കുന്നുണ്ട്. ഉറപ്പായിട്ട് വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല. നീയും കൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. മാത്രമല്ല വാസവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വിക്രമാണ് കൊന്നതെന്ന്. ഇതോടെ എല്ലാവരുടെയും ശ്രദ്ധ വിക്രനിലേക്ക് വരുന്നതോടെ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുമെന്ന് വേദ പറയുകയാണ്. അങ്ങനെ ദീപ്തി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ വിക്രം അവിടെയുള്ള കാര്യം ആരോടും പറയത്തില്ലെന്ന് ഉറപ്പ് നൽകി ദീപ്തിയാണെങ്കിൽ പോവുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ദീപ്തി ആരോടെങ്കിലും പറയൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഇല്ല, അവൾ പറയത്തില്ല, കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അതിനുശേഷം ദീപ്തിയാണെങ്കിൽ നേരെ പോകുന്നത് വാസവനെ കാണാനാണ്. വാസവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ദീപ്തി പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന്. അങ്ങനെ വാസവൻ്റെ അടുത്ത് ദീപ്തി ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പം ദീപ്തിയാണെങ്കിൽ വാസവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വരുണിൻ്റെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഈ കൊലപാതകം നടത്തിയത് വിക്രമാണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ വാസവൻ പറയാണ്, അവൻ തന്നെയാണ് എൻ്റെ മോനെ ഇല്ലാതാക്കിയത്. അവനെ ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കത്തില്ല. അവൻ എൻ്റെ കൈ കിട്ടാതൊന്നും ഇരിക്കത്തില്ല എന്ന് വാസവൻ പറയുന്നുണ്ട്. അപ്പം ദീപ്തി പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നില്ല വിക്രം ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന്. കാരണം വിക്രം ചേട്ടനും വരുണും കൂടെ നല്ലൊരു ബന്ധമാണ് ഉള്ളത്. മരിക്കുന്നുണ്ട് അന്ന് രാവിലെ അവർ തമ്മിൽ കണ്ടായിരുന്നു എന്ന് ദീപ്തി പറയാണ്. അപ്പോൾ വാസവൻ ചോദിക്കുകയാണ്, ഇതൊക്കെ ദീപ്തിക്ക് എങ്ങനെ അറിയാം എന്ന് പറയാണ്. അതൊക്കെ എനിക്കറിയാം, വേദ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം വേദയ്ക്ക് എങ്ങനെ അറിയാമെന്ന് വാസവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് വേദ ചേച്ചി പറഞ്ഞായിരുന്നു അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന്. അപ്പം വാസവൻ ചോദിക്കുന്നുണ്ട്, വേദ പറയുന്നതൊക്കെ ദീപ്തി അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? വേദയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പലതും പറയും, പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറയണം. അപ്പോൾ ദീപ്തി പറയാണ്, വരുണിൻ്റെ അച്ഛൻ വിക്രം ചേട്ടൻ്റെ പുറകെ നടക്കുന്ന സമയം കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ അനുവദിക്കല് എന്ന് ദീപ്തി പറയാണ്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. വരുണിൻ്റെ കൊലയാളിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞ് ദീപ്തി വാസവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാണ്. പക്ഷേ ദീപ്തി വന്ന് സംസാരിച്ചത് വാസവൻ ഒരു സംശയം ഉണർത്തുന്നുണ്ട്. വാസവൻ ഉടനെ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ശ്രീകാന്ത് ചോദിക്കുകയാണ്, ദീപ്തി എവിടെ വന്ന് സംസാരിച്ചെന്നോ? അത് തന്നെ, ദീപ്തി എന്നോട് വന്ന് സംസാരിച്ചു. വിക്രമല്ല കൊലയാളി, മറ്റാരോ ആണെന്നാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, അവളെ ആ വേദ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും, അതായിരിക്കും അവിടെ വന്നതെന്ന് പറയാണ്. അതെനിക്കും തോന്നി, യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തണമെന്ന് അവൾ പറഞ്ഞേക്കുന്നതെന്ന് വാസവൻ പറയാണ്. അപ്പോൾ വിക്രത്തെ രക്ഷിക്കാൻ അവളും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന് ശ്രീകാന്ത് വാസവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, ഇതത്ര നല്ല കാര്യമല്ലല്ലോ, ദീപ്തിയും വേദയുടെ സൈഡായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രശ്നമാവുമല്ലോ. മാത്രമല്ല അന്ന് രാവിലെ സംസാരിച്ച കാര്യമൊക്കെ വേദ ദീപ്തിയോട് പറഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം വേദ
വിക്രമും തമ്മിൽ ബന്ധമുണ്ടെന്നല്ലയോ അതിനർത്ഥം എന്ന് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ ചോദിക്കണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് അത് തന്നെ, ഒരു സംശയം വേണ്ട, അവർ തമ്മിൽ സംസാരവും അടുപ്പവുമുണ്ട്. പക്ഷേ വിക്രത്തെ ഒളിപ്പിച്ചേക്കുന്നത് വേദയാണോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കണമെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ് എനിക്കോ അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. മാത്രവുമല്ല അവളാണെങ്കിൽ ഇപ്പം മുറിയിൽ ആരെയും കയറ്റത്തുമില്ല, എപ്പോഴും മുറി ഇരിപ്പാണെന്ന് ശ്രീകാന്ത് പറയാണ്. മാത്രവുമല്ല അവളിപ്പം ആഹാരമെല്ലാം മുറി കൊണ്ടുപോയെന്ന കഴിക്കുന്നത്. വർഷ പറയുന്നത് 2 പേർക്കുള്ള ആഹാരമാണ് അവൾ എടുത്തുകൊണ്ട് പോന്നേന്നാ വർഷ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖർ പറയാണ് എന്നെങ്കിൽ ശ്രീകാന്തെ ഒട്ടും സംശയിക്കണ്ട, മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ തന്നെ വേദ അവളെ ഒളിപ്പിച്ച് കാണും, നിന്റെ മൂക്കിൻ്റെ കീഴിൽ തന്നെ അവൾ വിക്രത്തെ ഒളിപ്പിച്ച് കാണുമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ അവളുടെ വ്യാമോഹമാണെന്ന് പറയാണ്. അപ്പം പറയുന്നത് നിനക്കത് തോന്നുകയാണ്, വേദ അങ്ങനെ ചെയ്യത്തില്ലെന്ന് നിനക്കെന്താ ഉറപ്പെന്ന് ചോദിക്കുകയാണ്. വേദയ്ക്ക് വിക്രത്തെ രക്ഷിക്കണം, അവൾ നോക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നിൻ്റെ വീട് തന്നെയാണ്, നിൻ്റെ മൂക്കിൻ്റെ താഴെ തന്നെ കൊണ്ടുവന്ന് വിക്രത്തെ ഒളിപ്പിക്കുക, എന്താ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ശ്രീകാന്ത് പറയാണ് ഒരു ദിവസം വർഷ എന്നോട് പറഞ്ഞായിരുന്നു ആ മുറിയിൽ വേറെ ആരോ ഉള്ളതുപോലെ നമുക്ക് തോന്നുമെന്ന്, ആരോടോ വേദ സംസാരിക്കുന്ന പോലെയൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ടെന്ന് വർഷ എന്നോട് പറഞ്ഞെന്ന് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ചന്ദ്രശേഖർ പറയാണ് എന്നെങ്കിൽ ഉറപ്പിച്ചോ, മിക്കവാറും ആ മുറിയിൽ തന്നെ കാണും, പിന്നെ നീ അങ്ങോട്ട് ഓടിച്ചെന്ന് ആ മുറി പരിശോധിക്കുന്ന അവൾ സമ്മതിക്കത്തൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം എങ്ങനെയെങ്കിലും ആ മുറിയിൽ അവനുണ്ടോയെന്നറിയണം, ഉണ്ടെങ്കിൽ അവന് പുറത്ത് ചാടിക്കണം എന്ന് പറയാണ്. അതിന് ഏറ്റവും നല്ലത് പോലീസ് തന്നെയാണെന്ന് ചന്ദ്രശേഖർ പറയാണ്. പോലീസിനെ എങ്ങനെ അവിടെ കൊണ്ടുവരാൻ പറ്റൂ എന്ന് ചോദിക്കേണ്ട ശ്രീകാന്ത്. അത് അവിടെ ഉണ്ടോ എന്നൊരു സംശയം എന്നും പറഞ്ഞുകൊണ്ട് പോലീസിന് ഇൻഫോം ചെയ്താൽ പോരെ. അപ്പോൾ ശ്രീകാന്ത് പറയാണ് വീട്ടിൽ പോലീസ് വന്ന് അന്വേഷണം നടത്താൻ അച്ഛൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് അത് നിൻ്റെ തോന്നലാണ്, ശങ്കരൻ എപ്പോഴും നേരായ വഴി കൂടെ പോകത്തുള്ളൂ. അപ്പോൾ പോലീസ് അവിടെ വന്ന് വേദയുടെ മുറിയിൽ വിക്രമുണ്ടോ എന്നൊരു സംശയവും പ്രകടിപ്പിച്ച് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ ശങ്കരൻ സമ്മതിക്കും. അതോടെ വേദയുടെ മുറിയിൽ പോലീസ് കയറി പരിശോധിക്കുമ്പോൾ നമ്മുടെ ആ സംശയം മാറുമെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പം നീ അതിനുള്ള വഴി നോക്ക്, അതാ നല്ലതെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും വേദയുടെ മുറി പരിശോധിക്കണം, വിക്രം അവിടെ ഉണ്ടോ എന്ന് ശ്രീകാന്തിന് സംശയമായി, ഉണ്ടെങ്കിൽ അവനെ പുറത്ത് ഇറക്കണം, അതാണ് ശ്രീകാന്തിൻ്റെ ഉദ്ദേശം. പിന്നെ ദീപ്തി പറഞ്ഞതുപോലെ വാസവനൊരു സംശയം ഉണ്ടാവുന്നതിന് മുമ്പേ വിക്രത്തെ കൊല്ലണം, ഇതൊക്കെയാണ് ശ്രീകാന്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പോലീസിനെ അറിയിക്കാൻ തയ്യാറെടുക്കുകയാണ് ശ്രീകാന്ത്.